ഒരു ചാനൽ നടത്തുന്നുണ്ട്. അതിലാണ് ആദ്യം സജന വന്ന് പേരില്ലാതെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ സജന ഈ പെണ്ണെന്ന് പറയുന്നത് ഈ ഷഫീന ബീവിയുടെ മോൻ ആദ്യം ആലോചിച്ചിരുന്ന ആളെന്നാണ് ഞാൻ അറിഞ്ഞത്. ഓൾവേസ് സപ്പോർട്ട്. എന്റെ മുഖത്ത് പേടിയുണ്ടെന്നുള്ളത് നിന്നെ പോലുള്ള കഴുതകളാടാ പറയുന്നത്. എനിക്ക് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും മൂലയിൽ പോയി ഒളിച്ചിരിക്കും. അല്ലാതെ നിന്നെ പോലുള്ള കാട്ടപരാധങ്ങളെ മുന്നിൽ വന്ന് ഇത്രയും വന്ന് ധൈര്യത്തിൽ വന്ന് സംസാരിക്കത്തില്ല. മനസ്സിലായില്ലേ? ഒരുത്തനാണ്. നിങ്ങൾ ആലോചിച്ചോളേ, എന്റെ ഈ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഞാൻ ഈ ലൈവ് വന്നതിനകത്ത് ഒരുത്തൻ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരുന്ന് ഇതാക്കണം. പക്ഷെ ഞാൻ അയാളുടെ കമന്റ് വായിക്കാതെ പോകുന്നില്ല. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അയാളുടെ കമന്റ് വായിക്കാതെ പോവാം. പക്ഷെ ഞാൻ അതിനകത്ത് വായിക്കാതെ പോകുന്നില്ല. വളരെ കൃത്യമായി തന്നെ അവന് മറുപടിയും കൊടുത്ത് തന്നെയാണ് പോകുന്നത്. ഇവനെയൊക്കെയാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഇവനൊക്കെയാണ് പറഞ്ഞു വിട്ടിട്ട് പണിയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തുള്ള നല്ല ചൊറിച്ചിലും നല്ല വിരളലും. നിനക്ക് ധൈര്യമുള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിൽ അവിടെ അജിത്ത് ജി കുമാറെ ദിയാസന കൗഡിയാർ ഗോൾഫിങ്സിലാണ് താമസിക്കുന്നത്. എൻ്റെ മുന്നിൽ വന്നിന്ന് സംസാരിച്ചിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ നിനക്ക് മറുപടി തരാം. നീ ഏതൊരു കാട്ടവരാതാണെന്ന് എനിക്ക് ഡയറക്റ്റ് കാണുമല്ലോ. ഇത് ഒറിജിനലാണോ ഡൂപ്പാണോന്ന് അറിയണമല്ലോ എനിക്ക്. ഞാൻ ഒറിജിനലാ. മനസ്സിലായില്ലേ? ചേച്ചി, എനിക്ക് വല്ലാതെ ദേഷ്യം തോന്നുക. ഷഫീന ബീവി ഇങ്ങനെ ഷഫീന ബീവിയുടെ അതൊക്കെ തീരാറായി. വെയിറ്റ് ചെയ്യും. സമാധാനമായിട്ടിരിക്കൂ. നിങ്ങൾ സമാധാനമായിട്ടിരിക്കൂ. വെയിറ്റ് ആൻഡ് സീ. ഇത് കുടുംബത്തിനകത്തൊക്കെ വന്നില്ലേ? വെയിറ്റ് ആൻഡ് സീ. ഒരു ഇതുമില്ല. ഡിഫൻസ് എന്ന് പറയുന്ന മോഡില് നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന ഏത് നാറുകൾ വന്നാലും ഇവിടെ നമ്മളെ പോലീസുണ്ട്, ഇവിടെ പൊതുസമൂഹമുണ്ട്, എല്ലാം ഉണ്ട്. നമ്മളെ എല്ലാ രീതിയിലും ഫൈറ്റ് ചെയ്തിട്ടും നമുക്ക് നീതി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ഡിഫൻസ് മെക്കാനിസം എങ്ങനെ എടുക്കണം എന്നുള്ളത് അവൻ നിശ്ചയിക്കുകയും അത് ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഒരിക്കൽ പോലും നിയമം കയ്യിലെടുക്കുന്നത് ശിക്ഷാർഹമാണെന്ന് പറയാം. നമുക്ക് ചെയ്തു പോകേണ്ട സാഹചര്യങ്ങൾ വരും. അത് ഈ പറഞ്ഞ കേരള ഗവൺമെന്റും കേരള പോലീസും ഒക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം നമ്മൾ പരാതി നൽകി, നമുക്ക് അതിനകത്തുനിന്ന് ഒന്നുമില്ല, അല്ലെങ്കിൽ ഇതില്ല, ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിലാണ് നമുക്ക് ഉണ്ടാവുന്നത്. ഇപ്പൊ നമ്മൾ പരാതിയൊക്കെ കൊടുത്തിരിക്കുകയല്ലേ. ഇപ്പം കാര്യമായിട്ട് അതിന്റെ പുറകിൽ നമ്മൾ നിൽക്കല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നോ ആ സാധനം ചെയ്യാന്നുള്ളതാണ്. അതങ്ങ് ചെയ്യാന്നുള്ളതാണ്. ചെയ്തിട്ട് എന്ത് ഭവിഷ്യത്ത് വരുന്നോ അത് നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ആലോചിച്ചും കണ്ടും നിങ്ങൾ ചെയ്യുക. ഇതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. എന്നാൽ കൊച്ചിക്ക് വരുന്നത് കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അമ്മു. ഞാൻ വരുന്നുണ്ട്. അച്ചായൻ്റെ പേര് ഞാൻ ഓൾറെഡി പറഞ്ഞു. സ്റ്റേ സ്ട്രോങ് ചേച്ചീസ്. താങ്ക് യു മേധ. ഞാൻ ഉറപ്പായിട്ടും ഞാൻ വീഡിയോ പബ്ലിഷ് ചെയ്യും. പക്ഷേ എൻ്റെ സോഷ്യൽ മീഡിയയിൽ കുറേ പരിമിതികൾ കിടക്കുകയാണ്. കാരണം ഈ സുഹൃത്തുക്കളും ഇവരിപ്പം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവർ വന്നിരുന്ന് വിഷമത്തിലാണ് പറയണത്. ഇവക്ക് മാനസികമാണ്, ഇവള് പറയുന്നതൊന്നും ആൾക്കാർ വിശ്വസിക്കണമൊന്നുമില്ല. നീ എന്തിനാ ഇതിന്റെ പിറകിൽ